പാദവാർഷിക പരീക്ഷ 6ാം ക്ലാസ് ഫിഖ്ഹിൻ്റെ മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുന്ന നല്ലൊരു വീഡിയോ ആണ്. ഒരിക്കലും നഷ്ടമാവില്ല. എല്ലാവരും മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് യോജിപ്പിക്കാം എന്നുള്ള ചോദ്യമാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന്, റവാത്തിബിൽ 10 റക്അത്തുകൾ വളരെയേറെ പുണ്യമുള്ളതാണ് എന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒക്കെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. പാഠം നന്നായി വായിച്ചവർക്ക് ഇത് വളരെ എളുപ്പത്തിൽ യോജിപ്പിക്കാൻ കഴിയും. 2, ശുക്രിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ശുക്രിൻ്റെ സുജൂദാണ്, സെഹ്വിൻ്റെ അല്ല, മാറിപ്പോകരുത്. 3, കിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കഅബയാണ്. 4, സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ്, പക്ഷേ സ്ത്രീകൾക്ക് അനുവദനീയമാണ്. 5, ചൂണ്ടുവിരലിൽ പുരുഷൻ മോതിരം ധരിക്കൽ കറാഹത്താണ്. 6, തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്. 7, നിസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സം ഭ്രാന്താണ്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് പാഠഭാഗം നമ്മൾ നന്നായി വായിക്കണം. പാഠഭാഗത്തിലുള്ള അറബി, ആയത്ത്, ഹദീസൊക്കെ കൃത്യമായി പഠിച്ചു എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോഴും പൂർത്തിയാക്കാം എന്നുള്ളതാണ്. നേരത്തെ ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, ഇതിന് ബ്രാക്കറ്റ് ഉണ്ടാവില്ല. 1, ഹുഫൻ്റെ മേൽഭാഗം അല്പം തടവലാണ് നിർബന്ധം. 2, ഔറത്ത് മറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവർ നഗ്നയായി നിസ്കരിക്കണം, ഒന്നും ധരിക്കാതെ തന്നെ നിസ്കരിക്കണം, എന്നാൽ നിസ്കാരം ഒഴിവല്ല. 3, യാ ബനി ആദം ഖുദൂ സീനത്തക്കും, ഓ ആദം സന്തതികളെ നിങ്ങൾ വസ്ത്രമണിയുക, ഇന്ദ കുല്ലി മസ്ജിദിൻ, നിങ്ങളുടെ ഓരോ നമസ്കാര സമയങ്ങളിലും നിങ്ങളുടെ അലങ്കാരത്തെ നിങ്ങൾ അണിയുക. 4, നെയ്തതിനു ശേഷം ചായം കൊടുക്കപ്പെട്ട വസ്ത്രം കറാഹത്താകുന്നു, ധരിക്കൽ കറാഹത്താണ്. 5, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാഹു ഇംറഹൻ, അള്ളാഹു ഒരു മനുഷ്യന് കരുണ ചെയ്തിരിക്കുന്നു. സൊല്ലാ കബലിൽ അസരി അർബഅൻ, അവൻ അസറിന് മുന്നേ 4 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിരിക്കുന്നു, അത് കാരണം. 3ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ 2 വീതം എഴുതാം. ഇത്തരത്തിലുള്ള ചോദ്യം എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ്. ഇതിലെ കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. 1, ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് ചോദിച്ചാൽ അതിലുള്ള എല്ലാ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം മനസ്സിൽ ഓർമ്മ വരുന്നത് അത് എഴുതി കൊടുക്കാം. റവാത്തിവ്, ളുഹ നമസ്കാരം, വിത്ർ, നോമ്പിനല്ലോ. അതുപോലെ തന്നെ അൽ ഇസ്തിഖാറത്തു, അതുപോലെ തന്നെ തഹിയ്യത്ത്, പള്ളിക്ക് ആശംസ അറിയിച്ചുള്ള കയറുമ്പോഴുള്ള നമസ്കാരം, സ്വലാത്തു തസ്ബീഹ് നമസ്കാരം, അതുപോലെ തന്നെ തഹജ്ജുദ്, രാത്രി 8 നമസ്കരിക്കുന്ന നമസ്കാരം, ഇതിനൊന്നും ജമാഅത്ത് സുന്നത്തില്ല. ഇനി 2ാമത്തെ ചോദ്യം വന്നിട്ടുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് ചോദ്യത്തിൻ്റെ മേലെക്കൂടെ ഉത്തരം പോയിട്ടുണ്ട്, ശ്രദ്ധിച്ചു നോക്കുക. 2ാമത്തത് തിലാവത്തിൻ്റെ സുജൂദിന് നിസ്കാരത്തിലല്ലെങ്കിലുള്ള ഫർളുകൾ. തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുക, അത് നിയ്യത്താണ്. തക്ബീറത്തുൽ ഇഹ്റാം, ഒരു സുജൂദ് ചെയ്യുക, സലാം വീട്ടുക, ഇതാണ് അതിൻ്റെ ഫർളുകൾ. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി 3ാമത്തത് ഹുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ 3 ഉണ്ട്, പഠിച്ചു വെക്കുക. 1, ഹുഫ ശുദ്ധിയുള്ളതായിരിക്കുക. 2, ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കുക. 3, ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ മദ്രസാപരമായ മറ്റു തുടർന്നും വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബ് മാത്രമാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് കൂടെ കൂടണമെന്ന് അറിയിക്കുന്നു. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിടുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം ഒരു താങ്ക്സോ മറ്റോ ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നമുക്ക് വായിച്ചു നോക്കാം. ഉത്തരം എഴുതാം എന്നുള്ളതിൽ 1ാമത്തെ ചോദ്യം നിങ്ങൾ നോക്കൂ. കിബിലക്ക് മുന്നിടേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? 1, ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും, മലവെള്ളം, ഹിംസ്ര ജന്തുക്കൾ, തീ മുതലായവയെ തൊട്ട് പേടിച്ച് ഓടുന്നവരുടെ നിസ്കാരത്തിലും എന്തു വേണ്ട? കിബിലക്ക് മുന്നിടൽ നിർബന്ധമില്ല. 2ാമത്തത് സഹ്വിൻ്റെ സുജൂദ് വാജിബാണ്. ആർക്ക്? ഇമാമ് സുജൂദ് ചെയ്താൽ കൂടെ സുജൂദ് ചെയ്യൽ മഅ്മൂമിന് നിർബന്ധമാണ്. അപ്പോൾ ഇമാമ് ചെയ്ത സമയത്ത് മഅ്മൂമ് ചെയ്യണം, നിർബന്ധമാണ്. 3, നിസ്കാരത്തിൽ സലാമിന് ശേഷം നിയ്യത്തിൽ സംശയം ഉണ്ടായാൽ എന്തു ചെയ്യണം?
മടക്കി നിസ്കരിക്കണം. നിയ്യത്ത് വെച്ചോ വെച്ചില്ലേ എന്ന് സലാമിൻ്റെ മുന്ന് സംശയം വന്നാൽ മടക്കണം. നാലാമത്തത്, പെരുന്നാളിനു അഫ്ളലായ വസ്ത്രം ഏതാണ്? വില കൂടിയ വസ്ത്രമാണ്. അഞ്ചാമത്തത്, നിസ്കാര സമയമായാൽ നാം എന്തു ചെയ്യണം? സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. അഞ്ചാമത്തത്, പൂരിപ്പിക്കാം എന്നുള്ളതാണ്. പൂരിപ്പിക്കാൻ നമ്മുടെ ഫിഖിൽ ഒരുപാട് ഹദീസുകൾ, ആയത്തുകളുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകം എല്ലാവരും അത് നോട്ട് ചെയ്ത് വെക്കണേ. 1, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനു ഖൗമുൻ ഫി ആഖിരി സമാനി, അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗമുണ്ടാകും. യഖ്ലിബൂന ബിസവാദി, കറുപ്പ് കൊണ്ട് അവർ ചായം പൂശും. കഹവാസിലിൽ ഹമാമി, പ്രാവിൻ്റെ മേട പോലെ. ലാ യരീഹൂന റാഹിയത്തൽ ജന്ന, അവർ സ്വർഗത്തിൻ്റെ വാസന പോലും എത്തിക്കുകയില്ല. അതിൻ്റെ അർത്ഥവും നോട്ട് ചെയ്യുക, അതും നോട്ട് ചെയ്യുക. 2, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞു, റകഅത്ത അൽ ഫജ്രി, സുബഹിയുടെ മുമ്പുള്ള 2 റകഅത്ത് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ള സർവ്വതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് നബിതങ്ങൾ പറഞ്ഞു. അത്രയും കൂലിയുള്ള മഹത്വമുള്ളതാണ് 2 റകഅത്ത്. ഇനി മറ്റൊരു വർഷത്തെ പേപ്പർ കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട്. വായിക്കുന്നില്ല, വായിച്ച് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതോടെ പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറിൻ്റെ ഒരു രൂപം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. 8 പാഠങ്ങൾ ഫിഖിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എല്ലാ പാഠഭാഗവും നന്നായി പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ എത്തിക്കുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.